ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ഫുഡീസ് കോർണറിൽ ഇന്ന് നമുക്ക് എങ്ങനെ പീച്ചിങ്ങ തോരൻ ഉണ്ടാക്കാം നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പീച്ചിങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞിട്ട് അതിന് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതാക്കണ്ട, കുക്ക് ചെയ്യുമ്പോൾ അടിഞ്ഞു പോവാത്ത രീതിയിൽ കുറച്ച് വലിയ ചങ്ക്സ് ആക്കിയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ. പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ നന്നായിട്ട് വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് പാകം നോക്കിയിട്ട് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ പീച്ചിങ്ങ നന്നായിട്ട് വെന്ത് കഴിയും. അതിനകത്ത് ഒന്ന് വെന്ന വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചെറിയതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ പീച്ചിങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്.